Hi guys, welcome to Mummy's Kitchen. So ഇന്ന് നമ്മൾ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നിങ്ങൾക്ക്. നമ്മൾ തിരിച്ചും നമ്മുടെ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഓൾമോസ്റ്റ് 4 years ആയി നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഡ്യൂ ടു സം പേഴ്സണൽ റീസൺസ് കാരണം. പക്ഷേ നമ്മളിത് ഇന്ന് തൊട്ട് നമ്മൾ May 3rd അല്ലേ, ഇന്ന് May 3rd. സോ May 3rd തൊട്ട് നമ്മൾ നമ്മുടെ വീഡിയോസ് ഇടുന്നതായിരിക്കും. മമ്മീസ് കിച്ചൺ ആക്റ്റീവ് ആവാൻ പോവാണ്. സോ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. കാരണം 4 years ആയി നമ്മൾ ഇനിയും വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ ഇന്ന് തൊട്ട് വീഡിയോസ് ഇടാൻ പോവാണ്. സോ നമ്മൾ 2 ക്വിക്ക് റെസിപ്പീസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കും. ലൈക്ക് രണ്ടും ചിക്കൻ കൊണ്ടാണ്. ഒരെണ്ണം ചിക്കൻ ഫ്രൈയും പിന്നെ ഒരെണ്ണം ചിക്കൻ കൊണ്ട് ഒരു നല്ലൊരു ഗ്രേവി വിത്ത് ഉള്ളി വെച്ച് ഉണ്ടാക്കും. സോ ഫസ്റ്റ് നമ്മൾക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ആ വീഡിയോയിൽ പോവാം. ഉള്ളി ചിക്കൻ നമുക്ക് ഉണ്ടാക്കാൻ വേഗം. സോ ഞാൻ പറഞ്ഞ പോലെ പ്ലീസ് സപ്പോർട്ട് ചെയ്യൂ. ഈ പർട്ടിക്കുലർ ചാനൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ സപ്പോർട്ട് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗുഡ് വീഡിയോസ് ആയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ഓക്കെ, താങ്ക്സ്. ഹായ് ഗൈസ്, നമ്മളിത് കിച്ചണിലോട്ട് പോന്നു. നമ്മൾ ഇന്ന് എന്ത് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അത് ഒരു ചെറിയുള്ളി കൊണ്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചേരുവകളൊക്കെ ഇവിടെ മമ്മി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് മമ്മിയോട് ചോദിക്കാം എന്തൊക്കെയാണ് ചേരുവകളെന്ന്. മമ്മി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യോ ചേരുവകൾ എന്തിട്ടാന്ന്? ചിക്കൻ 700 ഗ്രാം. ഓക്കെ, ചിക്കൻ ഒരു 700 ഗ്രാം, കുറച്ച് കുഞ്ഞുള്ളി, കുറച്ച് ചെറുള്ളി, ഓക്കെ, 4 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, കുറച്ച് കറിവേപ്പിലയും പിന്നെ കൊത്തമല്ലിയും. പിന്നെ പൊടികൾ നമ്മൾ എന്താ ചേർക്കണമേ? 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് മസാല നമ്മുടെ ഈ ചെറിയുള്ളി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് അല്ലേ. ചിക്കനിൽ മഞ്ഞൾപ്പൊടി, ഓക്കെ, ചിക്കനിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി ഉപ്പും അല്ലേ ഇട്ടു. ഓക്കെ, താങ്ക്സ് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്നിട്ടാണ് നമ്മൾക്ക് നോക്കാം. വേഗം നമ്മൾ സ്റ്റൗ കത്തിക്കാം. എന്നിട്ട് നമ്മൾ അഡീഷണൽ ചേരുവകൾ എന്നിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഗൈസ്, ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മളിതൊരു ക്ലീനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ ഇതേ നമ്മൾ വെളിച്ചെണ്ണ വയ്ക്കുകയാണ്. സോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിൽ മെയിൻ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുള്ളിനെ ഫസ്റ്റ് നല്ല എണ്ണയിലിട്ട് നല്ല വാട്ടിയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ഡിഷ്. സോ നമ്മളിത് ഫസ്റ്റ് ചെറുള്ളി ചീഞ്ചട്ടിലിട്ടു, പിന്നെ എണ്ണ ഇട്ടുണ്ട്. നന്നായിട്ടൊന്ന് അത് ബ്രൗൺ ആയിരിക്കും, നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യും. സോ ഈ ചിക്കൻ കറി മെയിനായിട്ട് ഈ ചെറുള്ളിയാണ് മെയിൻ ഐറ്റം ഇന്ന് ചിക്കൻ കറിയിൽ. സോ നന്നായിട്ടൊന്ന് സ്റ്റെർ ഫ്രൈ ചെയ്യുക. ഒരു ബ്രൗണിഷ് കളർ ആവണമായിരിക്കും നമ്മൾ സ്റ്റെർ ഫ്രൈ ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് വേഗം ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഓക്കെ, ഇത് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്, ഒരു സെമി ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അടുത്തത് ചേരുവകൾ. ഇതിൻ്റെ കൂടെ എന്തൊക്കെ ചേരുവകളാണ് ഇടുന്ന മമ്മി എന്ന് പറഞ്ഞാൽ, ആദ്യം മുളക് പൊടി ഇടാണ്, പിന്നെ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഇതൊന്ന് കുറച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ഇത് അരച്ചെടുക്കണം. സോ ഇതൊന്ന് ഫ്രൈ ചെയ്യുകയാണ്. ആ ഉള്ളി നല്ല സോട്ടായി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ വിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾക്ക് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടാറാം. അത് കഴിഞ്ഞ് നമ്മൾക്ക് അരച്ചെടുക്കാം. ഗൈസ്, നമ്മളിത് ചിക്കൻ കറി തയ്യാറാക്കാൻ പോവാണ്. സോ നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടൊരു വലിയൊരു കലത്തിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ചിക്കൻ ഇതിലാണ് റെഡിയാക്കാൻ പോകുന്നത്. സോ നമ്മൾ ഉള്ളി പിന്നെ എന്താ ഇട്ട് നമ്മൾ ഇതേത് ഗ്രൈൻഡ് ചെയ്ത് ഉള്ളി മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയാണ് ഇട്ട് ഗ്രൈൻഡ് ചെയ്ത് സെപ്പറേറ്റ് മിക്സ്ചർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുതു പാത്രത്തിൽ നമ്മൾ വെളിച്ചെണ്ണ വയ്ക്കുക. അപ്പോൾ ഇതിലാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച്, ഓക്കെ, പിന്നെ ഒരു പട്ട, 2 ഏലക്ക,
2 ഏലക്ക, ഒരു 3 ഗ്രാമ്പ്, 3-4 ഗ്രാമ്പ്. 3-4 സ്റ്റാർ ഗ്രാം. ഇത് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. സോ ഇതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇത് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചി അരച്ചത്. ഓക്കെ, അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചത് നമ്മൾക്ക് അത് വിടാം. ഒരു 2 ടേബിൾ സ്പൂണാണ് അത്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഗൈസ് ദേ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പട്ട, ലവംഗ, ഗ്രാമ്പ് എല്ലാം നന്നായിട്ട് സോട്ട് ആയിട്ടുണ്ട്. കുറച്ച് നല്ല പരുവാകുമ്പോൾ നമ്മൾക്ക് അടുത്ത സാധനങ്ങൾ നമ്മൾ 3 പച്ചമുളക് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ തക്കാളി, നമ്മൾ 1 തക്കാളി ആണ് നമ്മൾ ഇടുന്നത്. കാരണം അധികം നമ്മൾ ഫ്ലേവർ ചിക്കന് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഉള്ളി കൊണ്ടാണ്. സോ എന്നാലും ലൈറ്റായിട്ട് ഒന്ന് ഗ്രേവി കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ തക്കാളി ഇടുന്നത്. സോ ഇതൊന്ന് നല്ല സോട്ട് ചെയ്യുക. സോട്ട് ചെയ്ത് നല്ലൊരു തക്കാളിയൊക്കെ ഒന്ന് ഉടയുന്ന വരയ്ക്കും നമ്മളൊന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് വേറെ ഐറ്റംസ് ഇടാം. നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ഒരു കറി ലീവ്സ്, ഒരു ഇമ്പോർട്ടൻറ്റ് ഫ്ലേവർ കൊടുക്കുന്ന ഒരു സാധനമാണ് കറി ലീവ്സ്. സോ അതും ഒന്ന് ഇട്ട് കൊടുക്കാം. അത് നല്ല സോട്ട് ചെയ്ത് ഒരു പരുവാവണമെങ്കിൽ നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. ഗൈസ് തക്കാളിയൊക്കെ ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതേ ഉടയണ്ട, എന്നാലും നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾക്ക് നമ്മുടെ മിക്സ്ചർ, നമ്മൾ ചെറുള്ളിയും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടത് വറുത്ത് നമ്മൾ നല്ല ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഇടാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് ടൊമാറ്റോ പിന്നെ നമ്മുടെ കറിവേപ്പില അത് ഇട്ട് കുറച്ച് പാകമായപ്പോൾ നമ്മളിത് നമ്മുടെ അരച്ച ഉള്ളി പേസ്റ്റ്, ഉള്ളി, മുളക് പൊടി പിന്നെ എന്നിട്ട് മറ്റും നമ്മൾ മല്ലിപ്പൊടി, ഓക്കെ മുളക് പൊടി, മല്ലിപ്പൊടി, ഉള്ളി അരച്ചതാണിത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി ഇത് കുറച്ച് എണ്ണയിൽ നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ അടുത്ത ഐറ്റംസ് ഒക്കെ ഇടാൻ പോകുന്നത്. ഗൈസ് ദേ മസാലയൊക്കെ ഒരു പരുവത്തായി, പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടുത്ത് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ ഒരു 800 grams ചിക്കനാണ് വെച്ചിരിക്കുന്നത്. സോ നമ്മളിത് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് വെച്ച ചിക്കനാണ്. സോ ഒരു 800 grams ചിക്കനാണ് നമ്മൾ ഇടുന്നത്. സോ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേറെ എന്തൊക്കെ ചേരുവകളാണ് ഇടുന്നതെന്ന് നോക്കാം. സോ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ആ മിക്സിയിൽ അരച്ച നമ്മുടെ മസാലയില്ലേ, അതിനെ ഒന്നുകൂടിയും വെള്ളം ആക്കി ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നമ്മളിത് തിളപ്പിക്കാൻ കൂടെ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ വരായിരുന്നു. നമ്മൾ മസാലയൊക്കെ ഇട്ട് അടച്ചു വെച്ചല്ലോ. ഓ വാവ്, നല്ലൊരു കളറും നല്ലൊരു ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറിക്ക്. ഓൾമോസ്റ്റ് ഇത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം നല്ല തിളച്ച് ഓയിലൊക്കെ റിലീസാക്കി പിന്നെ വെള്ളമൊക്കെ ഒന്ന് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫൈനലായിട്ട് ഇടുന്ന കുറച്ച് ഗരം മസാല, അധികം വേണ്ട, ഒരു 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മാത്രം ചിക്കൻ മസാല. നമ്മൾ വേറെ അധികം ഒന്നും ഇല്ല. നമ്മുടെ മെയിൻ, ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ മെയിൻ ഫ്ലേവർ കൊടുക്കുന്നത് ഉള്ളിയാണ്, നമ്മുടെ ചെറുള്ളി. സോ അതിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സോ ഇതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ട്
കുറച്ച് ഈ വെള്ളം ഒന്ന് വെറ്റിക്കുന്ന വരയ്ക്ക് നമ്മൾക്കൊന്ന് ഇതാക്കാം. പാകത്തിന് ഉപ്പ് നമ്മൾ ഇതിനെ സെൻറ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാകത്തിന് ഉപ്പ് ഇടാം. കാരണം നമ്മൾ ഓൾറെഡി ഇറച്ചിയിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഇറച്ചിയിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, മഞ്ഞപ്പൊടി ഉപ്പും. അത് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിക്കാം. ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റുന്ന വരയ്ക്ക് നമുക്കൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ഫൈനലായിട്ട് നമ്മുടെ മല്ലിയില ഇട്ട് നമ്മൾ ഗാർണിഷ് ചെയ്ത് നമുക്ക് ഇറക്കാം. സോ ഇതൊന്ന് റെഡ്യൂസ് ആവട്ടെ വെള്ളം. നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയി തുടങ്ങി. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇത് ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. നമ്മുടെ വെള്ളമൊക്കെ വറ്റി നല്ല വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പില ഇടാം. ചിക്കൻ കറി റെഡി. സോ ഇപ്പോൾ ഇതിട്ട് കഴിഞ്ഞ് നമുക്ക് വേഗം സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വിക്കായിട്ടുള്ള ഒരു ചിക്കൻ കറി വിത്ത് ഉള്ളി, ചെറുള്ളിയുടെ കൂടെ ചേർത്ത് അരച്ച് ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഫീഡ്ബാക്ക് അയയ്ക്കുക. ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ക്വിക്കായിട്ട് നമുക്ക് റിട്ടേൺ ആവണം. ബൈ ഗൈസ്, ടേക്ക് കെയർ.